ഇനി പുള്ളീൻ്റെ കസേരയും കൂടി ഇങ്ങോട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ കസേരയിലും കൂടി ഞാൻ കയറിയിരിക്കാം. അത്രയും കുറവുള്ളൂ. ഞാൻ ഈ അടുത്തുണ്ടല്ലോ ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയാണത്. അതൊരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു. അപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുന്ന ഒരു പൊസിഷനിലോട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. സെക്കൻഡ് റൗണ്ട്, അതായത് ഫൈനൽ റൗണ്ടിന് ഞാനിങ്ങനെ സാറിൻ്റെ മുമ്പിൽ ഇരിക്കണേണ്. അപ്പോൾ ഈ പുള്ളി എന്നോട് ചോദിച്ചു, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നതിന് പുറമെ അഞ്ജനയ്ക്ക് ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയി. കാരണം ഞാൻ ആ ഒരു പൊസിഷനിലോട്ടാണല്ലോ അപ്ലൈ ചെയ്തത്. അതിന് പുറമെ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് തേങ്ങ പറയാനാണെന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ഇരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഈ ക്ലയൻസിനെയൊക്കെ വിളിച്ച് സംസാരിച്ച് അവരുടെ നീഡൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് കറക്റ്റ് ഒരു പ്ലാനൊക്കെ ചെയ്യാനായിട്ട് അഞ്ജനയ്ക്ക് പറ്റുമെന്ന് ചോദിച്ചു. അതായത് ക്ലയൻറ്റ് കോർഡിനേറ്റർ അല്ലെങ്കിൽ ക്ലയൻറ്റ് കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ചെയ്യാം, പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ. അത് കഴിഞ്ഞിട്ട് പുള്ളിയോട് ചോദിച്ചു, ഈ എഡിറ്റേഴ്സിൻ്റെ എന്നൊക്കെ കറക്റ്റ് സമയത്ത് വർക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത്, ഇപ്പോൾ ഫ്രീലാൻസ് ആങ്കേഴ്സിനെ നമുക്ക് വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അതും കോർഡിനേറ്റ് ചെയ്ത് അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ചെയ്യുമെന്ന് ചോദിച്ചു. പ്രൊജക്ട് മാനേജർ അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് കോർഡിനേഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. ഇതൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഇതിനു മുന്നേ. എൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് കോണ്ടന്റ് റൈറ്റിങ്ങും കോണ്ടന്റ് പ്രസൻറ്ററും ആ ഒരു പൊസിഷനിലോട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ഓക്കെ, ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് DMG ചെയ്യുമെന്ന് ചോദിച്ചു. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ABCD പോലും എനിക്കറിയില്ല. അത് ഞാൻ അപ്പം തന്നെ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, കുഴപ്പമില്ല, ഇവിടെ നിന്നൊരു ഒരു വീക്ക് ഒരു ട്രെയിനിങ് പോലെ തരാം. അപ്പോൾ അഞ്ജനയ്ക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യൂലേ ഓരോ വീഡിയോസും പോസ്റ്റും ഒക്കെ, അതുപോലെയൊക്കെ തന്നെ ഉള്ളൂ. അത് ട്രെയിനിങ് തന്നിട്ടുണ്ടെങ്കിൽ സെറ്റ് ആവുമെന്ന് പറഞ്ഞു. ഇതും കൂടി കേട്ടപ്പോൾ എനിക്കങ്ങ് ബാഡായി. ഇപ്പം 4 ജോബ് റോളാണ് ഞാൻ ചെയ്യുന്നത്. കോണ്ടന്റ് ക്രിയേറ്റർ, ക്ലയൻറ്റ് കോർഡിനേറ്റർ, പ്രൊജക്ട് മാനേജർ, ഇപ്പോൾ DM. ഇനി പുള്ളിൻ്റെ കസേരയും കൂടി ഇങ്ങോട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ കസേരയും കൂടി ഞാൻ കയറിയിരിക്കാം. അത്രയും കുറവുള്ളൂ. എന്തായാലും ആ ജോലി വേണ്ട, കിട്ടിയാലും വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കണേണ്. പക്ഷെ പുള്ളി എന്നെ അങ്ങ് ഹയർ ചെയ്ത പോലെ സംസാരിച്ചു. ഞാൻ എല്ലാത്തിനും ഓക്കെ പറയണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്കെങ്ങനെ നോ പറയാം, ഇൻ്റർവ്യൂവിന് ഇരിക്കല്ലേ എന്ന് വിചാരിച്ച് ഞാൻ എല്ലാത്തിനും ഓക്കെ സെറ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി HR നാളെ വിളിക്കും, എപ്പോഴാണെന്ന് വെച്ചൊരു ഡേറ്റ് പറഞ്ഞു, ഓഫർ ലെറ്റർ തരാം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേട്ട് ഞാനങ്ങ് നെട്ടി.